ഹായ് ഹലോ ഇപ്പോൾ സമയം രാവിലെ 7:30. ഞാൻ 7:30 പുലർച്ചയ്ക്ക് ഇത് എങ്ങോട്ടേക്കാണ് എഴുന്നള്ളി പോകുന്നതെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടുമല്ല, തലശ്ശേരി മീൻ മാർക്കറ്റിലേക്കുള്ള പോക്കാട്ടോ. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കിയെടുത്ത് ഒരു പ്രഹസനമാക്കിയിട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തലശ്ശേരി എത്തി. എന്നാൽ പിന്നെ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം ഒന്ന് കടൽപ്പാലത്തിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോവാട്ടോ. അപ്പം നമ്മളെ തല്ലുമാല ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തൊരു ഏരിയ ആണ്. ഇവിടെ ഫെസ്റ്റിൻ്റെ ടൈം നൈറ്റ് ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു ആംബിയൻസിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണേ. പിന്നെ ഒന്നാമത് ഇപ്പോൾ മഴ സീസണല്ലേ, മഴ നല്ല ശക്തിയായിട്ട് പെയ്യും, മഴ ചോരും. അപ്പോൾ ആ ഒരു ചോർച്ച സമയത്ത് ഇതുപോലെ പ്ലേസിൽ ഇങ്ങനെ വന്ന് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ കിട്ടാം. ഈ നാച്ചുറൽ ലവേഴ്സിനൊക്കെ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കേട്ടോ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കടലൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കടലേറ്റാണ്, തിരമാലയൊക്കെ നല്ല ശക്തിയായിരുന്നു അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നല്ലൊരു മഴ പെയ്തു. അവിടെ ഇങ്ങനെ കയറി നിൽക്കുക ചെയ്തത്. മഴ ചോർന്നപ്പം വീണ്ടും വീഡിയോ പിടുത്തമായിട്ട് ഞാനങ്ങ് ഇറങ്ങി. അപ്പോൾ വീഡിയോ പിടുത്തത്തിന് പറ്റിയ കോസ്റ്റ്യൂമൊന്നുമല്ല, വീട്ടിലുള്ള അതേ കോലത്തിൽ ഇങ്ങനെ അങ്ങ് എഴുന്നള്ളി വന്നതാണ്. അങ്ങനെ ഈ ഒരു സ്ഥലം കണ്ടോ, തലശ്ശേരി എന്നുള്ള വലിയൊരു പെയിൻറ്റിങ് വർക്കൊക്കെ ആക്കിയിട്ട് തലശ്ശേരിയിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ചുമരിൽ ഇങ്ങനെ അങ്ങ് ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പം എൻ്റെ ഉള്ളിൽ തലശ്ശേരി കാര്യങ്ങൾ അറിയാതെ അങ്ങ് പുറത്തേക്ക് വന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ അതൊക്കെ തൊട്ട് ഞാൻ എന്നോട് തന്നെ എന്തൊക്കെയോ ഇങ്ങനെ പിറുവിറുക്കുക കേട്ടോ. ഇനി ഈ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ നേരെ മാർക്കറ്റിലേക്ക് നടന്ന് പോവാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒട്ടുക്കത്തെ സ്മെല്ലായിരുന്നു കേട്ടോ. മണം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയപ്പോഴാണ് ഞാൻ ഇന്നേ വരെ കാണാത്ത കുറേ ഫിഷസിനെ ഞാൻ അവിടെ കണ്ടത്. തലശ്ശേരി കാര്യമെന്ന് പുറത്ത് കാര്യമില്ല, ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ. അങ്ങനെ കുറേ മീനൊക്കെ ഇങ്ങനെയാണ്, കുറേയൊക്കെ അറിയുന്നതാണ്, കുറേയൊന്നും അറിയാത്ത മീനാണ്. ഈ ഒരു ഓറഞ്ച് കളറുള്ളത് ചെമ്പല്ലി എന്ന് പറഞ്ഞ മീൻ, പിന്നെ ആവോലി, കൊഞ്ചൻ, ഇതൊക്കെ അറിയാം. പിന്നെ ഈ ഒരു ഫിഷില്ലേ ആ ഒരു ആഷ് കളറുള്ളത്, അതിൻ്റെ പേരെന്തോ പയന്തി എന്നങ്ങനെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെമ്പല്ലി, പിന്നെ കുറേ ആയിക്കൂറ, ആവോലി, ഇതൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഇങ്ങനെ കണ്ട് ഏത് മീൻ വാങ്ങണം, ഇനി എവിടെ നിന്ന് വാങ്ങണം, ഫ്രഷ് ആയിരിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെ കൂടി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഈ ഒരു ഫിഷ് കണ്ടത്, ഇതിൻ്റെ വായിൽ ഇങ്ങനെ ചൂണ്ട ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഫ്രഷാണ്, പിടിക്കുമ്പോൾ തന്നെ ഉണ്ടായ ചൂണ്ടയാണ്, ചൂണ്ട ഇട്ട് പിടിച്ച മീനാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതിനെ തന്നെ അങ്ങ് ഓർഡർ എടുത്ത് ചെയ്യാതെ അവരിങ്ങനെ നമുക്ക് വെട്ടിക്കീറി തരുക കേട്ടോ. നല്ല റേറ്റ് ഉണ്ടായിരുന്നേ മീനിനൊക്കെ, കിലോനൊക്കെ 3500 ആണ് മീനിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ റേറ്റ് ഒന്നും നോക്കിയില്ല, അങ്ങ് വാങ്ങി. എന്തായാലും വല്ലപ്പോഴല്ലേ നമ്മളിങ്ങനെ വലിയ വലിയ മീനൊക്കെ വാങ്ങത്തുള്ളൂ. അങ്ങനെ മീനൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് എൻ്റെ കൈമിലേക്ക് ഇങ്ങനെ തന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ബീഫിൻ്റെയും മട്ടൻ്റെയും അതോ ചിക്കൻ സ്റ്റോളൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ തന്നെ ഇറങ്ങിയതിൽ ചെറിയ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തലശ്ശേരി പുതിയ സ്റ്റാൻഡിലെ കോഫി ഹൗസ് പോയി മസാല ദോശയും പത്തലും ഒക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. അങ്ങനെ മഴ ചോർന്നപ്പോൾ നേരെ ഇനി വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.